അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മദീന മുനവ്വറയിൽ വന്നാൽ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, നമ്മൾ മദീനയിൽ നിന്ന് ഏതൊക്കെ കാരക്കയാണ് വാങ്ങേണ്ടത്, മദീനയുടെ കാരക്ക ഏതൊക്കെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട കാരക്കകൾ ഏതൊക്കെയാണ്, എവിടെയാണ് ഇത് ലഭിക്കുക തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് പരിശുദ്ധ മദീന മുനവ്വറയിലെ കാരക്കകളും അതിൻ്റെ പേരുകളും അതിൻ്റെ ഫളായിലുകളും പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഞാനിപ്പോൾ ഉള്ളത് ആ കാണുന്ന ഉഹദ് മലയുടെ താഴ്വാരത്തുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഷമീർ ഖാൻ്റെ കാരക്ക തോട്ടത്തിലാണ്. ഞാൻ മദീനയിലായിരിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ ഒരു തോട്ടത്തിൽ വന്നിരിക്കാറാണ് പതിവ്. ഇവിടെ നല്ല മനോഹരമായൊരു ഹൈമയുണ്ട്. അതുപോലെ തന്നെ നിസ്കരിക്കാൻ പഴയ രീതിയിലുള്ള ഒരു ചെറിയൊരു പള്ളിയൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ മനോഹരമായ മജ്ലിസ്, ഊഞ്ഞാലാടാനുള്ള സൗകര്യം, അതുപോലെ തന്നെ അത്യാവശ്യം ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ. കാരണം കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കാരക്ക നിരുന്നതെന്നുള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അതൊക്കെ ഈ തോട്ടത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ വന്നിരിക്കുന്ന ഒരു തോട്ടമാണ് എൻ്റെ സുഹൃത്ത് ഷമീർ ഖാൻ്റെ തോട്ടമാണ്. ഇതൊരു പരസ്യമോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലിയായിട്ടോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മദീനയിൽ വരികയാണ്, ഒരു തോട്ടത്തിൽ കുറച്ച് നേരം ഇരിക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഷമീർ ഖാൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക. അവരെ വിളിച്ചിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് യഥേഷ്ടം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അവർക്കൊരു ഷോപ്പുണ്ട്. കാരക്ക, കാരണം ഹാജിമാരും ഉംറക്കാരൊക്കെ വന്ന് വാങ്ങുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഒരുവിധം ഉംറക്ക് വരുന്നവർക്കോ അല്ലെങ്കിൽ മദീനയിൽ നിന്ന് പോകുന്നവർക്കോ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അദ്ദേഹം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മുസല്ല ആയാലും തസ്ബീഹ് ആയാലും എന്ത് A to Z കാര്യങ്ങൾ, നമുക്കൊരു ഉംറക്കാർക്ക് ഒരു പെട്ടി കെട്ടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും, കാരക്കയും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. മിഠായികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഉംറക്കൊക്കെ വരുന്നവരാണ്, നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, മലയാളികളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഷമീർ ഖാക്ക് വിളിച്ചാൽ മതി. അവരെന്ത് ചെയ്യും, വാഹനം വിട്ട് തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കി പർച്ചേസ് ചെയ്ത് ഇവിടെ നിന്ന് പെട്ടി കെട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിയൊക്കെ പോകാൻ പറ്റുന്ന എല്ലാ സൗകര്യവും നമുക്ക് മദീനയിൽ നിന്ന് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന A to Z സാധനങ്ങൾ നമുക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല അത്തിപ്പഴം, നമ്മളെ തീന് എന്ന് പറയുന്നത്, അത് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളെ കുനാഫ ചോക്ലേറ്റ് ഐറ്റംസ്, അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഇവിടെ വന്നുള്ള സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ സമയമെടുത്ത് നോക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് പർച്ചേസ് ചെയ്യുക. ജെയ്തൂനും ആണോ, അതേപോലെ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന് ദുഗ്ഗ എന്ന് പറഞ്ഞ സാധനമില്ല, മറ്റേ തൈരിലൊക്കെ ഇട്ട് കഴിക്കുന്ന, അതൊക്കെ എല്ലാവരും അന്വേഷിക്കുന്ന സാധനങ്ങളാണ്. അത് അങ്ങനത്തെ കാര്യങ്ങൾ, ചോക്ലേറ്റ്സ്, എന്താ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് സമയമെടുത്ത് കണ്ട്, കുട്ടികളാണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഊഞ്ഞാലിൽ കളിച്ചോളും, നമുക്കിവിടെ സ്വസ്ഥമായിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വിവിധ ഇനം ചോക്ലേറ്റ്സുകൾ നമുക്ക് കിലോ കണക്ക് അങ്ങനെ വേണമെങ്കിൽ, ബോക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ പല റയറായിട്ട് ഇപ്പോൾ ഈ കാരക്ക അരച്ചിട്ടുള്ള ഹൈസ എന്ന് പറയുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ വേറെ എന്താ പറയുക, നട്ട്സ് ഐറ്റംസ്, അങ്ങനെ A to Z. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ പിന്നെ നിങ്ങൾക്ക് പുറത്ത് വേറെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയെടുത്ത് ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്ത് പേരും എഴുതിയിട്ട് എന്ത് ചെയ്യുക, പോകാൻ പറ്റും.